ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ ഇനി മുതൽ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും സംസാരിക്കരുത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കുറിച്ചോ അതിലുള്ള മത്സരാർത്ഥികളെ ഒന്നും കുറിച്ച് ഇനി ഒരിക്കലും സംസാരിക്കരുതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആകാറായി. പിന്നെയും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെയും അതിൽ നിന്ന് ഇറങ്ങിയ മത്സരാർത്ഥികളെയൊക്കെ വെച്ച് സംസാരിക്കുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റ് പല വീഡിയോസൊക്കെ ഇടുമ്പോഴും അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു മോളാണെന്ന് തോന്നുന്നു കേട്ടോ കമൻറ്റ് കണ്ടു, ചേച്ചി ജാസ്മിനും ഗബ്രിയും ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഒക്കെ പോകുന്നുണ്ടല്ലോ, ഒരു വീഡിയോ ഇടാവുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ജാസ്മിനും ഗബ്രിയും ഇനോഗ്രേഷൻ ഫംഗ്ഷന് പോകുന്നത് അതിന് വീഡിയോ ഇടാൻ പാകത്തിന് എന്താണ്? വീഡിയോ ഇടാൻ പാകത്തിനൊന്നുമില്ല. ബിക്കോസ് ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ കുറച്ച് ആൾക്കാർക്കാണ് അവളെ ഇഷ്ടമില്ലാത്തത് കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ ജാസ്മിന് ഹേറ്റേഴ്സ് ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ വലിയൊരു തരംഗമാക്കി മാറ്റുമെന്ന് വെച്ചാൽ, ഈ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഈ ഹേറ്റേഴ്സ് ഒരുപാട് ഉച്ചത്തിലും പലതരത്തിലും ഒക്കെ പറയുന്നത് കൊണ്ട് ഹേറ്റേഴ്സ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു. ഇഷ്ടമുള്ള ആൾക്കാർ വളരെ സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടമുള്ള ആളുകൾ കുറവും ഇഷ്ടക്കേടുള്ള ആളുകൾ കൂടുതലും എന്ന് പബ്ലിക്കിന് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, പിന്നെ അവർ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയി, അതിനകത്ത് ഇപ്പൊ എന്തോ വീഡിയോ ചെയ്യാൻ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ജസ്റ്റ് വന്നൊരു തോട്ട് കേട്ടോ, അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മത്സരാർത്ഥിയായിരുന്ന ജാസ്മിൻ പുറത്തു നിന്നുള്ള സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയിലായിരുന്നില്ല അല്ലേ. അതിനകത്തും കോർണർ ചെയ്യപ്പെടുകയായിരുന്നു പല കാര്യങ്ങളല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അവളുടെ ആ ഒരു സമപ്രായത്തിലുള്ള മറ്റേതെങ്കിലും പെൺകുട്ടികളോ, ഇനി പോട്ടെ ഏജിന് മൂത്ത പെൺകുട്ടികളാണെങ്കിൽ തന്നെ 1000 വട്ടം തളർന്നു പോകേണ്ട സാഹചര്യങ്ങളിലൂടെ കരഞ്ഞും വീണും തളർന്നും എഴുന്നേറ്റും ഒക്കെ അവൾ മറികടന്നു എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഗബ്രിയുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ രണ്ടുപേരും ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരുടെ, പരിഹസിക്കാൻ ശ്രമിച്ചവരുടെ, എന്തിന് ജീവിതം പോലും നശിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരുപാട് ആളുകളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് പഴയതിനേക്കാൾ അധികം കോൺഫിഡൻസോട് കൂടി രണ്ടുപേരും ഇങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. നമ്മളെ താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ഒരുപാട് പേർ ശ്രമിക്കും. കാരണവന്മാരൊക്കെ പറയുന്ന കേട്ടില്ലേ, മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് ഈ ലോകത്ത് ഒരു മനുഷ്യന്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം കോൺഫിഡൻസോടെ, മുഖത്തൊരു പുഞ്ചിരിയോടെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഒരു പക്ഷേ ഗബ്രിയും ജാസ്മിനും ഈ സൈബർ ബുള്ളിങ് അറ്റാക്കുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇതൊക്കെ ഭയന്ന് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ രണ്ട് വ്യക്തികളെ പോലെ വലിയ പരിചയമൊന്നുമില്ലാത്ത അങ്ങനെ എത്ര ആളുകളുണ്ടല്ലേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ചങ്കും ഒക്കെ ആയിരുന്നിട്ട് പുറത്ത് ശത്രുക്കളായി തീർന്ന, അല്ലെങ്കിൽ കണ്ടാലൊന്നും മിണ്ടുക പോലും ചെയ്യാത്ത, സോഷ്യൽ മീഡിയയിലെ മുന്നിൽ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ ഭയക്കുന്ന എത്രയോ മത്സരാർത്ഥികളുണ്ടല്ലേ. അപ്പൊ അവരെയൊക്കെ പോലെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? തോറ്റുപോയതുപോലെ ആയെന്നുമായിരുന്നു. കാരണം ഇത്രയേറെ അപവാദങ്ങളും ആരോപണങ്ങളും ഇത്രയേറെ ഇഷ്ടക്കേടുകളും പ്രകടമാക്കിയിരുന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ചിന്തിപ്പിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ഇന്ന് നോക്കിക്കേ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരെങ്ങനെയായിരുന്നു? അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോടുകൂടി അവർ വീണ്ടും ലോകത്തെ അഭിമുഖീകരിക്കാൻ വന്നേക്കുവാണ് ചിരിച്ച മുഖത്തോടെ, പഴയതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഒരു പക്ഷേ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും, ബിഗ് ബോസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് വലുതായിട്ടല്ല ഇനി സംസാരിക്കുക വേണ്ട. ബിക്കോസ് ആ ഒരു ഷോ കഴിഞ്ഞു, അതിലുള്ള മത്സരാർത്ഥികൾ പുറത്തിറങ്ങി അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മത്സരാർത്ഥികളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.